ഹായ്, എഗ് ബിരിയാണി ഉണ്ടാക്കാമേ. അതിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക്, പട്ട, പിന്നെ ഏലക്ക, ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 സവാള നീളത്തിനരിഞ്ഞത് അതൊന്ന് വാടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതോടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് പച്ചമണം മാറുമ്പം പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ വീഡിയോ താഴെ കൊടുത്തേക്കാമേ. തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിനകത്തോട്ട് ശകലം തൈര് കൂടെ, 1 സ്പൂണ് തൈര് കൂടി ഇട്ട് കൊടുത്ത് അതും നല്ലപോലെ മിക്സ് ചെയ്ത് കുതിർത്ത് വെച്ച അരിയും കൂടെ ചേർത്ത് കൊടുത്ത് അരിയിൽ മസാല പിടിക്കുന്ന വിധത്തിൽ നല്ലപോലെ ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്രയാണോ അരി അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മുട്ട വെന്തിരിക്കുക. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് രമ്പയിലാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേ. എന്നിട്ട് ഉപ്പൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. വെള്ളത്തിന് ഉപ്പിടുമ്പം ഉപ്പ് കൂടി നിൽക്കണം, എന്നാലേ ചോറിന് നല്ല കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കത്തുള്ളൂ. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വന്നപ്പം ചോറൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മല്ലിയില വേണമെങ്കിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാമേ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ വേവിച്ച മുട്ടയും കൂടി ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുന്നുണ്ട്, ആ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് എഗ് ബിരിയാണി വെച്ചത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കോളിഫ്ലവർ ഫ്രൈയും ചെയ്തു, പിന്നെ സലാഡും പപ്പടവും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.